ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. മിക്കവാറും ഒരു 5 കാണും. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഭരണത്തിന് വരണമെന്നാണ് എന്റെ ആഗ്രഹം. സീറ്റ് നേടൂ ഇല്ലേന്ന് ഇനി നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോ അറിയാം. പരമാവധി ചിലപ്പോൾ ഒരു സീറ്റ് നേടുമായിരിക്കും. ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്നു, ഒറ്റ സീറ്റ്. 20 സീറ്റാണ് ഞാനൊരു പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 15 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് റാലിക്കായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഇത്തവണ കേന്ദ്രത്തിൽ 400-ലധികം സീറ്റുകൾ BJP നേടുമെന്നാണ്. അതിൽ കേരളത്തിൽ നിന്നും എത്ര സീറ്റുകൾ ഉണ്ടാകും ചോദിക്കാൻ നമുക്ക് വോട്ടർമാരോട്. മാക്സിമം അതെവിടെയാ പറയുന്നത്? അതെവിടെയാ ഉദ്ദേശിക്കുന്നത്? തൃശ്ശൂർ അല്ലെ തിരുവനന്തപുരം? 30% സീറ്റ് ഇപ്പൊ പിടിക്കുന്നുള്ളതാണ്. BJPക്ക് സ്ഥാനം കുറവാണ്. പിടിച്ച ചിലപ്പോൾ 2 സീറ്റ് പിടിക്കും. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് ഇതുമായിരിക്കും സുരേഷ് ഗോപി. പ്രാവശ്യം തൃശ്ശൂരിലൊപ്പം പിടിച്ചാൽ തൃശ്ശൂരിൽ സാധ്യതയുണ്ട്, സാധ്യത ഉണ്ടാകുന്നു. ഇടപെടുന്നുണ്ട് തോന്നുന്നു. അതായത് 400 സീറ്റുകളിൽ ഒരു സീറ്റ് കേരളത്തിൽ. തൃശ്ശൂർ എന്തായാലും 90% കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു പലയിടത്തും കുറെ വോട്ട് പിടിക്കും പ്രാവശ്യം. സീറ്റ് 12 കിട്ടണമെന്ന് ഞങ്ങളെ പോലെ ആഗ്രഹം. എന്നാലും മോദി എന്തെങ്കിലും കേരളത്തിന് ചെയ്യാൻ മനസ്സും. ഇപ്പൊ കേരളത്തിൽ നിന്ന് മുതൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പുള്ളിക്ക് അതൊരു ഇതുണ്ട്. 2 സീറ്റിനും കിട്ടിയാൽ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു ധാരണ. കാരണം എന്തായാലും കേന്ദ്രം ധാരണ അല്ലേ, മറ്റവരടുത്ത് തമ്മിലടിയല്ലേ. തമ്മിലടിച്ച് അധികാരം അല്ല, യാതൊരു പ്രയോജനവും ഇല്ല. ഇപ്പൊ തന്നെ കേരളത്തിൽ എന്തുവാ തൊഴിലവസരങ്ങളില്ല, ഒരുപാട് ജോലിയില്ല, ആൾക്കാർ പെൻഷൻ പോലും കിട്ടുന്നില്ല, ശമ്പളം തന്നെ കുടിക്കുക. പിന്നെന്താണ് അവര് നിക്ഷാമ്പാത് ഇത് ചെയ്യാന്ന് പറയാല്ലാതെ ഇതോ പെൻഷൻ തന്നെ 2 മാസം കിടക്കുന്നത്, സാക്ഷേമ പെൻഷൻ കൊടുക്കാൻ കിടക്കുന്നു, ഇതൊന്നും കൊടുക്കുന്നില്ല. ഇവർക്ക് കിട്ടുന്ന പൈസ ലോട്ടറി ആയാലും ബിവറേജിന് കിട്ടുന്നതായാലും ദേവസ്വം കിട്ടുന്ന പണം മതിയല്ലോ. ഇവർക്ക് ചുമ്മാ അടിച്ചു കളിക്കാൻ. പിന്നെ പറയാമോ വികസനം എന്ന് നടന്നു. പിന്നെ സുരേഷ് ഗോപിയും ഗണേഷ് സാറിനെ പോലുള്ള ആൾക്കാർ വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ പാർട്ടി നോക്കിയല്ല, നമ്മൾ വ്യക്തി നോക്കിയേ ചെയ്യത്തുള്ളൂ. കാരണം ഗണേഷ് കുമാറിനെ പോലെ വരണം. മുകേഷൊക്കെ മുകേഷിനൊന്നും ഒരു ഗുണവുമില്ല. നാട്ടിലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായി വരുവാണ്. എന്റെ ഒരു ഇതില് ആര് നല്ലപോലെ ഭരിക്കുന്നോ, നാടെങ്ങനെ നന്നാവുന്നോ അതനുസരിച്ച് രാഷ്ട്രീയം മാറണോ എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അതായത് ഏത് രാഷ്ട്രീയമായാലും. പിന്നെ ഈ രാഷ്ട്രീയം വെച്ച് ഈ മതങ്ങള് മുതലെടുക്കരുത് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ആര് വന്നാലും നമ്മളെ നാട് നന്നാവണം, അത്ര മാത്രമേ ഉള്ളൂ. സീറ്റ് നേടൂ ഇല്ലേന്ന് ഇനി നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോ അറിയാം. ജനങ്ങൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു എന്നനുസരിച്ചിരിക്കും. അല്ലാതെ സീറ്റ് നമുക്ക് അത് ഇനി കുറെ കാലം എടുക്കുമെന്ന് തോന്നുന്നു സീറ്റ് കിട്ടാനായിട്ട്. കേരളത്തിൽ നിന്ന് സീറ്റ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഒരു ചലനം സൃഷ്ടിക്കാൻ BJPക്ക് സാധിക്കാൻ തോന്നുന്നു. പക്ഷേ ജയസാധ്യത അത്ര കുറവാണ്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റിന് സാധ്യത ഉണ്ട്. അത് തൃശ്ശൂര്. പക്ഷെ അത് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. സാധ്യതയാണല്ലോ. സാധ്യതയാണ്. വിജയിച്ചാൽ ഒരു സീറ്റ് തൃശ്ശൂരിൽ നിന്നും BJPക്ക് ഉണ്ടാവും. യെസ്, അത് കാരണമുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞില്ല, തൃശ്ശൂരിൽ അത്രയും, ഞാൻ തൃശ്ശൂർ ഇപ്പോൾ ഒരു 3 മാസം തൃശ്ശൂർ നിന്നിട്ട് വന്നേ. തൃശ്ശൂർ നിന്നിട്ട് അത്രയും പൈസ വാരിക്കോരി ചെലവാക്കിയിട്ടുണ്ട്. ചെയ്ത് ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് മൊത്തം. അതേപോലെ ആക്റ്റീവായിട്ട് സുരേഷ് ഗോപിയോട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അത് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതെന്ത് സർക്കസ് കാണിച്ചാലും നടക്കത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അത് സ്വാഭാവികം. ജയവും തോൽവിയൊക്കെ എന്ന് പറയാം പിന്നല്ലേ ജനങ്ങളെ തീരുമാനിക്കുന്നല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. എന്നാലും ശരി, ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതല്ലാതെ വേറൊരു പ്രതീക്ഷയില്ല. ഇവിടെ നോക്കാം. UDF 20 സീറ്റിനും കൊല്ലത്ത് പ്രേമേന്ദ്രൻ വൻ ഭൂരിപക്ഷം ജയിക്കുകയും. അതായത് കേരളത്തിൽ താമര ഈ വർഷം വിരിയില്ല. ഒരുറപ്പുമില്ല. ഭരണത്തിന് വരണമെന്നാണ് എന്റെ ആഗ്രഹം. വിചാരിക്കുന്ന 2 കിട്ടുമെന്ന് വിചാരിക്കുന്നു BJPക്ക്. അത് എവിടെ നിന്നൊക്കെയാ? ട്രിവാൻഡ്രവും തൃശ്ശൂരും ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ പറഞ്ഞ കണക്ക് 2 സീറ്റിനാണ് നമ്മളും സാധ്യത കാണുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അത് ഈ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ആയതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല. തൃശ്ശൂര് പണ്ടുപോലെ ആ ഒരു ഇതുണ്ട്, വളക്കൂറുണ്ട്. പിന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ ഒരു സമ്മതനായിട്ടുള്ള ആളാണ്. പുള്ളിയെ സംബന്ധിച്ചോളം നല്ല ഒരു ഇമേജ് ആണ്. സിനിമാ നടനായതുകൊണ്ടല്ല, അത് ഞാൻ ചെയ്തത്.
അങ്ങനെ ഒരു കണക്കൂട്ടലാണുള്ളത്. പക്ഷെ കണക്കൂട്ടൽ ശരിയാവണമെന്നില്ല. BJPയുടെ സീറ്റ് പറയുന്നത് എന്റെ നിലപാടുകളുമായിട്ട് അതിന് ബന്ധമില്ല. BJPക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയേക്കും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു സീറ്റ് ആണെങ്കിൽ ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും? തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് മോദി ഏറ്റവും കൂടുതൽ പ്രചാരണം ഇതുവരെ നടത്തിയേക്കുന്നത്. ഇനിയും അതുകൊണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് അവിടെ ഒരു സാധ്യത കാണുന്നു. കേരളത്തിൽ നിന്ന് ഒരു 2 സീറ്റ് വരെ ഉണ്ടാവും BJP. അത് ഏതൊക്കെ മണ്ഡലങ്ങളാ ചേട്ടൻ പറയുന്നത്? തിരുവനന്തപുരവും തൃശ്ശൂരും. തിരുവനന്തപുരവും തൃശ്ശൂരും. അതെന്തുകൊണ്ടാണ് ഈ 2 മണ്ഡലങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരവും തൃശ്ശൂരും? ആ 2 മണ്ഡലങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിടത്തും നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ മെറിറ്റാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരുവനന്തപുരത്ത് നടത്താൻ പറ്റും. പിന്നെ തൃശ്ശൂര് 1-2 വട്ടം സുരേഷ് ഗോപി നിന്നാണ് ഒരു സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് വരും. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങൾ BJPക്ക് സാധ്യതയുണ്ട്. 2 മണ്ഡലങ്ങൾ മാത്രമല്ല, പറഞ്ഞു കേട്ടിടത്തോളം ആലപ്പുഴയും മോശമല്ല എന്നാണ്. ശോഭാ സുരേന്ദ്രൻ മിനിമം 2 സീറ്റ് ഉണ്ട്. മിനിമം എന്റെ അഭിപ്രായമാണ്. അതുകൊണ്ടെങ്കിൽ 2 മണ്ഡലങ്ങൾ ഏതൊക്കെയാ? 2 സീറ്റ് 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവും. ആറ്റിങ്ങലും പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ അത് പറയുന്നില്ല. 2 മണ്ഡലം ഷുവറാണ്. അതെ. സീറ്റും കിട്ടത്തില്ല. എന്റെ അഭിപ്രായം പറയാം, കേരളത്തിൽ ഒറ്റ സീറ്റ് പിടിക്കും. അത് എന്തുകൊണ്ടാണ് ചേട്ടന് BJP പിടിക്കത്തില്ല? BJP ഗ്രൂപ്പിസോ അല്ല, BJP പാർട്ടികളത്തല്ലല്ലേ. ആർക്ക് കാശുണ്ടാക്കാം എന്നുള്ളതാണ് BJP നോക്കുന്നത്. അവരുടെ ഉൾപ്പോര് കാരണമാണ് ഉണ്ടാവാത്തത്. യാതൊരു കാരണവശാലും കേരളത്തിൽ കിട്ടത്തില്ല. നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ വന്ന് ചോദിച്ചോണം. മിക്കവാറും ഒരു 5 കാണും BJPക്ക്. ഈ 5 സീറ്റ് ഉണ്ടാവുന്നെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? അത് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി 2 മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കാനുണ്ടല്ലോ. അതെ. അപ്പൊ 5 മണ്ഡലങ്ങളിൽ BJP ഉണ്ടാകുമെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്റെ അഭിപ്രായം കേരളത്തിൽ നിന്ന് മിനിമം 2 ഉറപ്പായിട്ടും കിട്ടും. അത് ഏതൊക്കെ സീറ്റ് ആയിരിക്കും? അത് മിക്കവാറും ഒന്ന് തൃശ്ശൂരും ആറ്റിങ്ങലും ആയിരിക്കാം. 4 പ്രതീക്ഷയ്ക്കുള്ള അവകാശമുണ്ട്. പ്രതീക്ഷ ഉണ്ടെങ്കിൽ അടുത്ത 2 മണ്ഡലങ്ങൾ ഏതൊക്കെയാ? അടുത്ത 2 തിരുവനന്തപുരം, പാലക്കാട്. ഈ 4 മണ്ഡലങ്ങൾ 2 ഉറപ്പായിട്ടും കിട്ടും. കാരണം ഈ മനുഷ്യർക്ക് എല്ലാവർക്കും കാര്യങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ഇപ്പൊ ഈ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് തമ്മില് ഈ ജകാത്തിക്കളി മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവർ അദ്ദേഹം പറയുന്നതനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പെൻഷനാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം കൊടുക്കുന്നുണ്ട്. സീറ്റുകൾ വരുന്നത് മോദിയുടെ ഭരണത്തിന്റെ അതിന്റെ മെച്ചമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ സർക്കാർ ഈ ഇലക്ഷൻ ആയപ്പോഴത്തേക്കുള്ള വിരട്ട് പണികളല്ലാതെ വേറെ ഒരു പരിപാടികളും ആധികാരികമായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. അത് ജനങ്ങൾക്ക് അറിയാം. പിന്നെ അവരുടെ പാർട്ടിക്കാർ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. എന്റെ തൊഴിലും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തൊഴില. എനിക്ക് ചെയ്യാൻ പറ്റത്തുമില്ലാത്ത തൊഴില. എന്ത് തൊഴിലാ? എന്റെ ജോഷവും പൂജയും കാര്യങ്ങളൊക്കെയാണ് തൊഴില്. വാസ്തവം പേര് 2 സീറ്റ് എന്തായാലും പ്രതീക്ഷിക്കാം. ഈ 2 സീറ്റുകൾ പറയുമ്പോൾ ഏതൊക്കെ മണ്ഡലം? അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ കേരളത്തിൽ ഇപ്രാവശ്യം 2 സീറ്റുകൾ ഉണ്ടാവും BJP. 2 സീറ്റ് ഉണ്ടാവും. അതൊരു പ്രവർത്തകനാണ്. BJP പ്രവർത്തകനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാര്യം പറയല്ലേ, ഉള്ള കാര്യം പറഞ്ഞു. BJPക്ക് കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് കിട്ടുമെന്നും പറയാൻ പറ്റത്തില്ല. 1-2 ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. 1-2 ചാൻസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ്? അത് തൃശ്ശൂരും പിന്നെ ഒന്ന് പത്തനംതിട്ട നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അവിടെ ശക്തമായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഐസക് സാറിനെ പോലുള്ള മികച്ച സ്ഥാനാർത്ഥി, പിന്നെ UDFന്റെ ആന്റണിയൊക്കെ വളരെ മികച്ചതാണ്. അതില് പിന്നെ ആന്റണിയുടെ മോൻ മത്സരിച്ച് വിജയിക്കുമെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് വലിയ ഉറപ്പില്ല. എന്നാലും ഒരു സീറ്റ് തൃശ്ശൂരിന് മാത്രമേ ഞാൻ ഇപ്പം നിലവിൽ പറയുന്നുള്ളൂ. പാലക്കാടൊന്നും നല്ല ശക്തമായ സ്ഥാനാർത്ഥി. ചേട്ടാ ആദ്യം 2 പറഞ്ഞായിരുന്നു. 2 പറഞ്ഞ ഒന്ന് പാലക്കാട് കൂടെ പറയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് പത്തനംതിട്ട പറയായിരുന്നു. പത്തനംതിട്ടയിൽ മികച്ച സ്ഥാനം ഒന്ന് പാലക്കാടായിരിക്കും. ഒന്നായിരിക്കും ഉണ്ടാവുക. ഒന്ന് നല്ല രീതിയിൽ ശക്തമായ മത്സരം നടക്കും. ത്രികോണ മത്സരം നടക്കും. അതില് ഞാൻ പറഞ്ഞ അതാണ്. അല്ലാതെ രണ്ടൊന്നും പറയത്തില്ല. കേരളത്തിൽ മികച്ച മത്സരം നടക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിമാർ എംപിമാരൊരു 10-14 എംപിമാരെങ്കിലും പോകും. ഇടതുപക്ഷത്തിന്റെയും കഴിഞ്ഞ കുറി ഒരെണ്ണമല്ലേ ഉള്ളായിരുന്നു. ഈ കുറി ഒരു 4-5 ഒക്കെ മാറും. ഒറ്റ സീറ്റും ഉണ്ടാവത്തില്ല. BJP ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാ ചേട്ടാ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ? ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ വർഗീയത ഇല്ല. കേരളത്തിൽ എല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം ഒരുമയുള്ളവർ. അപ്പൊ BJP കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്ന വർഗീയത ഉണ്ടാവും. BJP കേന്ദ്രത്തിൽ ഭരണത്തിൽ വരും, പക്ഷെ കേരളത്തിൽ സീറ്റ് കിട്ടത്തില്ല. കേരളത്തിൽ സീറ്റ് കിട്ടിയാൽ വർഗീയത ഉണ്ടാവും, അതുകൊണ്ടാണ് കിട്ടാത്തത്. കേന്ദ്രത്തിലെ ഇത്തവണ 400-ലധികം സീറ്റുകൾ BJP നേടുമെന്ന് പറയുന്നുണ്ടായി മോദി. അങ്ങനെയെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ടാവും BJPക്ക്?
400 സീറ്റ് നേടുമെന്ന് അതെ, കേന്ദ്രത്തിൽ തേടുവന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകൾ ഉണ്ടാവും? 300 പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്ന് 300 സീറ്റ് BJPക്ക് ഉണ്ടാവും. ചേട്ടാ, നമുക്ക് അത്ര മണ്ഡലങ്ങളില്ല ചേട്ടാ. ചേട്ടനെ കുറിച്ച് അത്ര ധാരണയില്ലെന്ന് തോന്നുന്നു രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയത്തിൽ വലിയ ധാരണ. ഓക്കെ ചേട്ടാ, താങ്ക് യു. കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവുക. ചിലപ്പോ അധികം കിട്ടാൻ ചാൻസ് BJPക്ക് സാധ്യത കുറവാണ്. അങ്ങനല്ലേ ഇപ്പോഴും എപ്പോഴും. ഓക്കെ, അവിടെ ചെയ്താലും ഇവിടെ കിട്ടണമെന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ കേന്ദ്രത്തിൽ BJP ഭരണം നടത്തുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു ഫലം കേരളത്തിൽ ഉണ്ടാവില്ലെന്നാണോ പറയുന്നത്? ഉണ്ടാവുന്നുണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് BJPയുടെ അതങ്ങോട്ട് എത്തിയിട്ടില്ല. കേരളത്തിൽ നമുക്ക് ഇപ്പോഴും നിലവാരം വെച്ച് പറയാൻ പറ്റത്തില്ല. 2 സീറ്റ് ചിലപ്പോൾ സാധ്യതയുണ്ട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അതെന്തുകൊണ്ടാണ്? സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ളവരായതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും? ഗോപി എന്നുള്ളൊരു വ്യക്തിയുടെ വോട്ട് നമ്മളെ ഈ പാർട്ടി നോക്കാതെ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പിന്നെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് പറയപ്പെടും, നമുക്കറിയത്തില്ല. അതുകൊണ്ടൊരു സാധ്യത 2 പേര് കാണുന്നു. 400 സീറ്റ് നേടുമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കേരളത്തില് പരമാവധി ചിലപ്പോൾ 1 സീറ്റ് നേടുമായിരിക്കും. അങ്ങനെയെങ്കിൽ അത് എവിടെയായിരിക്കും? അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വരാൻ സാധ്യത. രാജീവ് ചന്ദ്രശേഖർ അവിടെയാണ് സാധ്യത. അതെ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സാധ്യത എന്തുകൊണ്ടാണ് പറയുന്നത്? അദ്ദേഹത്തിന് സാധ്യത അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് അത്രയ്ക്ക് പെർഫെക്റ്റാ. മറ്റേ അദ്ദേഹം കുറെ നാളുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ LDF എല്ലായിടത്തും അവരുടെ വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നു. LDF പൂർണ്ണമായ തോതിൽ അവരുടെ വോട്ട് സമാഹരിക്കും. നേരത്തെ UDF കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് LDF പൂർണ്ണമായി സമാഹരിക്കും. BJPയിലുള്ളവർ പൂർണ്ണമായി ഇദ്ദേഹത്തിന് ഫേവറായിട്ട് ചെയ്യുകയും ചെയ്താൽ ഒരുപക്ഷെ ആ ഒരു സാധ്യത ഒന്നോ രണ്ടോ സീറ്റ് കേരളത്തിൽ നിന്നുണ്ടാവും, ഉണ്ടാവാനാണ് സാധ്യത ഇപ്പോഴത്തെ. അങ്ങനെ ആ 1-2 മണ്ഡലങ്ങൾ സാധ്യതയുള്ള മണ്ഡലങ്ങളൊന്ന് പറയാമോ? അത് ഏത് മണ്ഡലങ്ങളാണെന്നുള്ളത് അതറിയാം. പക്ഷെ 1-2 സാധ്യത ഉണ്ട്, 1-2 സീറ്റ് BJP. 2 സീറ്റെങ്കിലും കിട്ടും ഒരു തോന്നുന്നു എനിക്ക്. ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്നു, 1 സീറ്റ് തൃശ്ശൂര്. അതെന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി ആയതുകൊണ്ടാണോ? സുരേഷ് ഗോപി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സുരേഷ് ഗോപി കൊള്ളാം. 1 സീറ്റ് ഉണ്ടാവും. നമ്മളെന്താ പറയാ, എനിക്കങ്ങനെ പൊളിറ്റിക്സിനോട് ഒരു താല്പര്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു കാഴ്ചപ്പാടില് BJP അങ്ങനെ പറയുമ്പോ എനിക്ക് അണ്ണൻ പറഞ്ഞ രീതി തന്നെ വലുതായിട്ട് പൊളിറ്റിക്സ് ഞാൻ നോക്കാറില്ല. എന്നാലും സുരേഷ് ഗോപിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സീറ്റ് ഉറപ്പുണ്ട്. കേരളത്തിൽ നിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 20 സീറ്റ് BJPക്ക് ഉണ്ടാവും. 20 സീറ്റ് ഉണ്ടാവും. മൊത്തത്തിൽ മണ്ഡലങ്ങൾ 20 മണ്ഡലം നമ്മൾ BJP വിജയിക്കും. 20 മണ്ഡലത്തിൽ ജയിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, അങ്ങനെയെങ്കിൽ പിന്നെ അല്ല, ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞതാണ്. 20 സീറ്റാണ് ഞാനൊരു പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 15 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും BJP കേരളത്തിൽ. ഈ 4 മണ്ഡലങ്ങൾ ഏതൊക്കെയാ? 4 മണ്ഡലം തിരുവനന്തപുരം കിട്ടും. പിന്നെ വേറെ ഒന്ന് പത്തനംതിട്ട തിരുശ്ശൂരൊക്കെ ആയിരിക്കും. എന്തായാലും 4 സീറ്റ് BJPക്ക് ഉണ്ടാവും. ഓക്കെ. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ്. തൃശ്ശൂർ ഇപ്പൊ സുരേഷ് ഗോപി ഇതുവരെ അങ്ങനെ ഇന്നെങ്കിലും സുരേഷ് ഗോപി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അത് കണക്ക് ഇപ്പൊ നരേന്ദ്രമോദി ഏറ്റവും നന്നായിട്ട് മുന്നിട്ട് പോകുന്ന സമയമാണ്. അതുകൊണ്ട് പിന്നെ ഒരു 15 സീറ്റ് എന്റെ നിഗമനത്തിൽ കിട്ടും. കേരളത്തിനകത്തുനിന്ന് 15 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും.